ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. അപ്പോൾ കൂട്ടുകാരെ, പ്ലാനിങ്ങിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെൽക്കം ടു ദി ക്ലാസ് കൂട്ടുകാരെ. അപ്പോൾ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വസ്തുതകൾ നമ്മളൊന്ന് കണ്ടു. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ ടു ഒബ്ജക്റ്റീവ്സ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓവർലാപ്പ് ചെയ്യുന്നു എന്നത് തന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ ടു ഒബ്ജക്റ്റീവ്സ്. അതായത് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നിർവചിക്കുന്ന ഒന്നായിരിക്കണം പ്ലാനിങ്. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സാധ്യമാക്കുന്ന ഒരു ലൈൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കുന്ന ഒന്നായിരിക്കണം എന്ത് പ്ലാനിങ്. So the purpose of long range, medium range and short range plans should be to accomplish organizational objectives most effectively and economically. ഇവിടെ എന്താണ് effectively and economically എന്ന് ഉദ്ദേശിക്കുന്നത്? കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുക മാത്രമല്ല, എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുക. രണ്ട് കാര്യങ്ങൾ. എഫക്റ്റീവ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് 100% തികവിൽ ചെയ്യാൻ സാധിക്കുന്നത്. എഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത് അത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്, ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഇത് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ ടു ഒബ്ജക്റ്റീവ്സ് തന്നെയാണ്. രണ്ടാമത്തേത് പ്രിൻസിപ്പിൾ ഓഫ് പെർവാസീവ്നെസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ ഉൾക്കൊള്ളുന്നതായിരിക്കണം, എല്ലാ വർക്കേഴ്സിനെയും സബോർഡിനേറ്റ്സിനെയും, മെൻ, മെറ്റീരിയൽ, മണി ആൻഡ് റിസോഴ്സ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം പ്ലാനിങ്. പ്ലാനിങ് ഈസ് ഫൗണ്ട് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, ടോപ്പ് ലെവൽ, middle level and bottom level. Strategic planning or long range planning is related to top management. കൂട്ടുകാരെ, ലോങ് റേഞ്ച് പ്ലാനിങ് വളരെയധികം ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ എവിടെ എത്തി നിൽക്കണം എന്നതിനെ കുറിച്ചുള്ളൊരു ദിശാബോധം ഉണ്ടാക്കിയെടുക്കുന്നത് ടോപ്പ് ലെവലിലാണ്. എന്നാൽ മീഡിയം റേഞ്ച് ആൻഡ് ഷോർട്ട് റേഞ്ച് പ്ലാനിങ്, മീഡിയം റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് കുറെ കൂടെ ഡിപ്പാർട്ട്മെന്റൽ ലെവലിലാണ് അഥവാ മിഡിൽ ലെവലിലാണ് ഈ മീഡിയം റേഞ്ച് വരിക. അത് കുറെ കൂടെ എന്താ പറയുക, ആ ഒരു വർഷത്തിനുള്ളിൽ സെയിൽസ് ടാർഗറ്റ് എങ്ങനെ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോഫിറ്റ് എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നതിനെ കുറിച്ചായിരിക്കും. ഇനി ഷോർട്ട് റേഞ്ച് പ്ലാനിങ് അത് കുറെ കൂടെ താഴെത്തട്ടിൽ വർക്കേഴ്സിനെ കൊണ്ട് ഈ ദിവസം അല്ലെങ്കിൽ ഈ ആഴ്ച അല്ലെങ്കിൽ ഈ മാസം എന്താണ് ചെയ്യിപ്പിക്കേണ്ടത്, അതിന്റെ മോഡസ് ഓപ്പറൻഡി എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചാണ്. സോ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഓൾ levels. So principle of pervasiveness of planning is very much important. അടുത്തതിലേക്ക് പോകാൻ കൂടാതെ പ്രിൻസിപ്പിൾ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. പ്ലാനിങ് മസ്റ്റ് ടേക്ക് ദ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ലൈക്ക് മെൻ, മെഷീൻസ്, മണി, മെറ്റീരിയൽ ആൻഡ് മാനേജ്മെന്റ് ഇൻ ടു കൺസിഡറേഷൻ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്ത് വേണം പ്ലാനിങ് അതിൻ്റെ ദിശ എന്ത് ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടത്. വൈൽ ഡെവലപ്പിംഗ് ഓൾട്ടർനേറ്റീവ് പ്ലാൻസ്, സ്ട്രാറ്റജീസ്, policies or standards, this limiting factors are to be considered. തീർച്ചയായിട്ടും ഈ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ദിശാബോധം, ലൈൻ ഓഫ് ആക്ഷൻ എന്താണെന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു മെന്റൽ സ്റ്റേജ് ആണല്ലോ പ്ലാനിങ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങളെ ഒരുപക്ഷെ പ്രത്യേകിച്ച് കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് മനുഷ്യരെയാണ്. കാരണം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡീലിംഗ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ ആണ്. ഇതാണ് വാസ്തവത്തിൽ എൻ്റെ ഒരു തലം എന്ന് പറയുന്നത്. ഡീലിംഗ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ ആണ് മാനേജ്മെന്റ്. ഹ്യൂമൻ ബിഹേവിയർ ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് അല്ലേ, ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും. ഒന്നിനെ പോലെ നിറം മാറുന്നവനാണ് മനുഷ്യൻ എന്ന് പറയാറില്ലേ. സോ പരമപ്രധാനമായി മനുഷ്യനെ തന്നെയാണ് പ്ലാനിങ് കൺസിഡർ ചെയ്യേണ്ടത്. രണ്ടാമത് മെഷീൻസ്, മണി, മെറ്റീരിയൽ എല്ലാവരെയും, പിന്നെ വർക്കേഴ്സ്, സ്ഥാപനം, ഇന്റേണൽ എൻവയോൺമെന്റ്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എല്ലാവരെയും കൺസിഡർ ചെയ്യുന്ന ഒന്നായിരിക്കണം പ്ലാനിങ്. സോ പ്രിൻസിപ്പിൾ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പൊ എന്താണ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്? ഇതൊക്കെ തന്നെയാണ് മെൻ, മെഷീൻ, മെറ്റീരിയൽ, മണി ആൻഡ് എക്സെട്ര. ഇതാണ് ഈ പറയുന്ന ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അടുത്തിട്ട് നോക്കാം കൂട്ടുകാരെ, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി. തീർച്ചയായിട്ടും ഫ്ലെക്സിബിൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്ലാൻ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ലൈൻ ഓഫ് ആക്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒന്നാണ്. ബട്ട് സ്റ്റിൽ അതിനകത്ത് തന്നെ ഇങ്ങനെ ആയാൽ എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു പോംവഴി കൂടി പറഞ്ഞിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലാൻ നമുക്ക് പ്രയോജനപ്പെടില്ല. അല്ലെങ്കിൽ ഒരു അൺഫോർസീൻ ഈവന്റ് ഉണ്ടായി കഴിഞ്ഞാൽ മാനേജർ കൈയും കാലിട്ട് അടിക്കേണ്ടി വരും. സോ തീർച്ചയായിട്ടും ഫ്ലെക്സിബിലിറ്റി ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് മാനേജ്മെന്റ് ഷുഡ് ബി ഏബിൾ ടു ചേഞ്ച് ആൻ എക്സിസ്റ്റിംഗ് പ്ലാൻ ബിക്കോസ് ഓഫ് ചേഞ്ച് ഇൻ എൻവയോൺമെന്റ് വിത്തൗട്ട് അൺഡ്യൂ കോസ്റ്റ് ഓർ ഡിലേ. തീർച്ചയായിട്ടും
നമുക്ക് നഷ്ടമുണ്ടാവാത്ത രീതിയിൽ നമ്മുടെ ദിശയിൽ ഒരു മാറ്റം വരുത്താനായിട്ടൊരു സ്കോപ്പ് പ്ലാനിങ്ങിൽ ഉണ്ടായിരിക്കണം. സോ പ്രിൻസിപ്പിൾ ഇസ് ഫ്ലെക്സിബിലിറ്റി ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ലോങ് റേഞ്ച് പ്ലാൻസ് than in short range plans because the possibility of error is high in long range planning. തീർച്ചയായിട്ടും അപ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റി കുറെ കൂടെ ഉണ്ടാവേണ്ടത് ഈ ലോങ് റേഞ്ച് പ്ലാനിലാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ലോങ് റേഞ്ച് പ്ലാൻ എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവൽ തയ്യാറാക്കുന്ന ഒരു 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 മോഡസ് അവരുടെ ഒരു ലൈൻ ഓഫ് ആക്ഷൻ ആണ്. ടോപ്പ് ലെവൽ തയ്യാറാക്കുന്ന ഒന്നാണ് ലോങ് റേഞ്ച് പ്ലാൻ. അപ്പോൾ അവിടെ താരതമ്യേന ഫ്ലെക്സിബിലിറ്റി കുറച്ചുകൂടെ വേണം. ദാറ്റ് മീൻസ് പോസിബിലിറ്റി ഓഫ് ആൻ എറർ തീർച്ചയായിട്ടും ലോങ് റേഞ്ച് പ്ലാൻ, കാരണം ഒരു 5 വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് തയ്യാറാക്കുന്ന സമയത്ത് 5 വർഷത്തിന് ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പോൾ എറർ ഉണ്ടാവാനുള്ള സാധ്യത ഈ ലോങ് റേഞ്ച് പ്ലാനിലാണ്. സോ ഫ്ലെക്സിബിലിറ്റി തീർച്ചയായിട്ടും കൂടുതൽ വേണ്ടത് അവിടെ തന്നെയാണ്. ഇനി മീഡിയം ലെവലിലും ഷോർട്ട് റേഞ്ച് പ്ലാനിലും പ്രിൻസിപ്പിലിറ്റി ഓഫ് എറർ മീൻസ് പോസിബിലിറ്റി ഓഫ് എറർ, ഒരു എറർ ഉണ്ടാവാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. സോ മോർ ഓർ ലെസ് കമ്പാരിറ്റീവ്ലി ലോങ് റേഞ്ച് പ്ലാനോട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മിഡിൽ ലെവലിലും അതുപോലെ തന്നെ ഈ പറയുന്ന ഷോർട്ട് റേഞ്ച് പ്ലാനിനും മീൻസ് ബോട്ടം ലെവൽ തയ്യാറാക്കുന്ന പ്ലാൻസിനും കമ്പാരിറ്റീവ്ലി ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും. കാരണം പോസിബിലിറ്റി ഓഫ് എറർ താരതമ്യേന കുറവായതുകൊണ്ട് അതുണ്ടാക്കുന്ന രീതി, പ്രത്യേകിച്ച് ഫ്ലെക്സിബിലിറ്റി സ്കോപ്പ് താരതമ്യേന എന്തായിരിക്കും, കുറവായിരിക്കും. സോ അടുത്തേക്ക് പോകുമ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് നാവിഗേഷണൽ ചേഞ്ച്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് നാവിഗേറ്റർ ടു ചെക്ക് കോൺസ്റ്റന്റ്ലി വെദർ ഹിസ് ഷിപ്പ് ഇസ് ഫോളോയിങ് ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ ഇൻ ദി വാസ്റ്റ് ഓഷ്യൻ ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ ആസ് ഷെഡ്യൂൾ. തീർച്ചയായിട്ടും പ്ലാനിങ്ങിന്റെ ഒരു 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 ഇത് പ്രധാനമായും ഈ ഫോളോ അപ്പ് മെഷേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഈ ആക്ച്വൽ പ്ലാൻ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണോ നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ചെക്ക് ഉണ്ടായേ പറ്റൂ, നടത്തിയേ പറ്റൂ. അതനുസരിച്ച് മാറ്റങ്ങൾ പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്താനും പറ്റുന്നൊരു സ്കോപ്പ് ഉണ്ടായിരിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് നാവിഗേഷണൽ ചേഞ്ച് ഒരു ഫോളോ അപ്പ് മെഷറാണ്. അതായത് പ്ലാനിങ്ങിന്റെ അവസാനത്തെ സ്റ്റെപ്പില്ലേ, അതാണ് ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് നാവിഗേഷണൽ ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അടുത്ത് നോക്കാം പ്രിൻസിപ്പിൾ ഓഫ് പ്രൈമസി ഓഫ് പ്ലാനിങ്. കൂടാതെ മാനേജ്മെന്റ് ഫംഗ്ഷൻസിൽ ഒന്നാമത്തെ ഫംഗ്ഷൻ ഏതാണ്? പ്ലാനിങ് ആണ്. പ്ലാനിങ് കഴിഞ്ഞിട്ടാണ് ഓർഗനൈസിങ് വരുന്നത്, ഓർഗനൈസിങ് കഴിഞ്ഞിട്ടാണ് സ്റ്റാഫിംഗ് വരുന്നത്, അല്ലേ? അപ്പോൾ പരമപ്രധാനമായ അല്ലെങ്കിൽ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. പ്ലാനിങ് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ മാനേജറിയൽ ഫംഗ്ഷൻസും പ്ലാനിങ്ങിനെ ഫോളോ ചെയ്യുന്ന ഒന്നാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ മാനേജറിയൽ ഫംഗ്ഷൻ ഇസ് പ്ലാനിങ് only. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പ്ലാനിങ് ഇസ് ദ പ്രൈമറി റിക്വസിറ്റ് ഫോർ അതർ മാനേജറിയൽ ഫംഗ്ഷൻ. തീർച്ചയായിട്ടും മറ്റു മാനേജറിയൽ ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നതിന് നമുക്ക് പ്ലാനിങ് അനിവാര്യമാണ്, ആവശ്യമാണ്. Principles of planning premises. A coordinated structure of plans can be developed only when managers throughout the organization understand and agree to utilize consisting planning premises. Planning premises ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞതുപോലെ എന്താണ്, നിങ്ങൾക്ക് the assumptions you made regarding the future തീർച്ചയായിട്ടും പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. Planning premises are the assumptions underlining the plans. തീർച്ചയായിട്ടും ഈ assumptions made by the manager ഇത് തന്നെയാണ് ഒരു പ്ലാനിന്റെ അന്തസത്ത അല്ലെങ്കിൽ അതിന്റെ ഒരു 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 എന്താ പറയാ, അതിന്റെ അടിസ്ഥാനം എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യം. കാരണം അതിന്റെ അടിസ്ഥാനത്തിനാണല്ലോ ഒരു ലൈൻ ഓഫ് ആക്ഷൻ അയാൾ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് കമ്മിറ്റ്മെന്റ് ആണ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കമ്മിറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത്? കൂടാതെ ഒരു ലോജിക്കൽ പ്ലാനിന്റെ ഏറ്റവും വലിയ സവിശേഷത ഈ ഒരു പർട്ടിക്കുലർ ഡിസിഷൻ നമ്മൾ കൃത്യമായി ഇൻഫർമേഷൻ കളക്ട് ചെയ്തു, അതിനനുസരിച്ച് കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്തു, പ്ലാനിങ് പ്രമിസസ് സെറ്റ് ചെയ്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓൾട്ടർനേറ്റീവിൻ്റെ എല്ലാം നമ്മൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബെസ്റ്റ് പോസിബിൾ ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് വീണ്ടും ഡെറിവേറ്റീവ് പ്ലാൻസ് തയ്യാറാക്കി. തീർച്ചയായിട്ടും അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതിൻ്റെ ഓരോ തലത്തിലും നമ്മൾ ഫോളോ അപ്പ് മെഷേഴ്സ് ചെയ്തു. ഇതൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ പറയുന്ന പ്ലാനിൽ അല്ലെങ്കിൽ പ്ലാനിങ്ങിൽ നമ്മൾ എന്ത് ഡിസിഷനാണോ എടുത്തത്, അല്ലെ, എന്ത് ഡിസിഷനാണോ നമ്മൾ എടുത്തത് അത് പൂർണ്ണമായും നടപ്പിൽ വരുത്തുന്നതിന് എത്ര കാലയളവ് വേണ്ടി വരും, ഈ കാലയളവിലെ ഓരോ ഘട്ടത്തിലും എന്താണ് ചെയ്യേണ്ടത്, മോഡസ് ഓപ്പറാൻഡി എങ്ങനെയായിരിക്കണം എന്നത് പരിപൂർണമായും ഈ പ്ലാനിൽ ഉണ്ടായിരിക്കണം. അതാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് കമ്മിറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ലൈൻ ഓഫ് ആക്ഷൻ നമ്മൾ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ഒരു തീരുമാനം നമ്മൾ എടുത്തു. ആ തീരുമാനം നമ്മൾ
സമയം ഈ തീരുമാനം നമുക്ക് പരിപൂർണ നടപ്പിൽ വരുത്തുന്ന 1 കൊല്ലം വേണ്ടി വരും എന്ന് വിചാരിക്കുക. ഈ 1 കൊല്ലത്തിലെ ഒരു കൊല്ലത്തിൽ നമ്മൾ നടപ്പിലാക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഓരോ ഘട്ടത്തിലും എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഈ പറയുന്ന പ്ലാനിൽ ഉണ്ടായിരിക്കണം. ലോജിക്കൽ പ്ലാനിങ് ഷുഡ് കവർ ദ ടൈം പീരീഡ് നെസസറി ടു ഫോർകാസ്റ്റ് ദ ഫുൾഫിൽമെന്റ് ഓഫ് കമ്മിറ്റ്മെന്റ് ഇൻവോൾവ് ഇൻ എ ഡിസിഷൻ. തീർച്ചയായിട്ടും ഈ ഡിസിഷൻ എടുത്ത് നമ്മൾ നടപ്പിലാക്കുന്നു, അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇതിൽ ഉണ്ടായിരിക്കണം. അടുത്തത് നമുക്ക് നോക്കാം പ്ലാനിംഗ് പ്രമിസസ്. പ്ലാനിംഗ് പ്രമിസസ് വൈൽ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സ്റ്റേണൽ എൻവിറോൺമെന്റും ഇന്റേണൽ എൻവിറോൺമെന്റിലും കൺട്രോളബിൾ ഏതൊക്കെയാണ്, അൺകൺട്രോളബിൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോവുകയാണ്. വൈൽ പ്ലാനിംഗ് എ മാനേജർ ഹാസ് ടു കൺസിഡർ സെർട്ടൻ അസംഷൻസ്. ദി അസംഷൻസ് അബൌട്ട് ദ ഫ്യൂച്ചർ ആർ നോൺ ആസ് പ്ലാനിംഗ് പ്രമിസസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും. So these premises are varied and important in different degrees for different organizations under the different situations. തീർച്ചയായിട്ടും അടുത്തത് പ്ലാനിംഗ് പ്രമിസസ് മേ ബി ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്റേണൽ പ്രമിസസ്, എക്സ്റ്റേണൽ പ്രമിസസ്, ഏതൊക്കെയാണ് ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ എന്ന് നമുക്ക് നോക്കാം. ടാഞ്ചിബിൾ പ്രമിസസ് ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. ഫോർ എക്സാമ്പിൾ സെയിൽസ് ടാർജറ്റ് ടാഞ്ചിബിൾ ആണ്, നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇൻടാഞ്ചിബിൾ പ്രമിസസ് നമുക്ക് ഈ പറഞ്ഞ കോൺക്രീറ്റ് ആയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഈ പറഞ്ഞ പോലെ ഇൻടാഞ്ചിബിൾ പ്രമിസസ്. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ബിഹേവിയർ, വർക്കറിന്റെ ബിഹേവിയർ, സബോർഡിനേറ്റിന്റെ പെരുമാറ്റം, ഇതെല്ലാം ഇൻടാഞ്ചിബിൾ പ്രമിസസ് ആണ്. നമുക്ക് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാൽ സെയിൽസ് ടാർജറ്റ് ടാഞ്ചിബിൾ പ്രമിസ് ആണ്. ഇൻ കോൺക്രീറ്റ് ടേംസ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് നോക്കാം ഇന്റേണൽ പ്രമിസസ്. Internal premises are the factors that are internal to an organization, such as sales forecast, existing policies, programs of the organization, investment policies, philosophies of the management. ഇതെല്ലാം തന്നെ ഇന്റേണൽ എൻവറോൺമെന്റ് ആണ്. ഇതൊരു പരിധി വരെ മാനേജ്മെന്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, അഥവാ മാനേജ്മെന്റിന്റെ കൺട്രോളിന്റെ പരിധിയിൽ ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങളാണ്. These may also include attitudes of key executives and commitment and loyalty of subordinates. Internal promises are generally controllable. തീർച്ചയായിട്ടും ഈ പറയുന്ന ഇന്റേണൽ പ്രൊമിസസിൽ എന്തൊക്കെയുണ്ട്? കീ എക്സിക്യൂട്ടീവ്സിന്റെ പെരുമാറ്റം, കമ്മിറ്റ്മെന്റ്, അവരുടെ ലോയൽറ്റി, അവരുടെ ഞാൻ പറഞ്ഞല്ലോ ജനറലി മാനേജ്മെന്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ഒരു പരിധി വരെയെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇന്റേണൽ പ്രൊമിസസ്. സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്, നിലവിലെ പോളിസീസ്, അതായത് ഒരു എന്താ പറയാ, ഒരു ബർത്ത്ഡേ വന്നു, ഒരു ബർത്ത്ഡേ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഈ സ്ഥാപനത്തിൽ ഒരു വ്യക്തിയുടെ ബർത്ത്ഡേ ട്രീറ്റ് ചെയ്യുന്നത്? അതൊരു പോളിസിയാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ ബർത്ത്ഡേ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒരു പോളിസി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന വ്യക്തികളുടെ ബർത്ത്ഡേ നമ്മൾ അതനുസരിച്ചായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ആ അർത്ഥത്തിൽ പോളിസീസ് ആണെങ്കിലും, പ്രോഗ്രാം ആണെങ്കിലും, സെയിൽസ് ഫോർകാസ്റ്റ് ആണെങ്കിലും, ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ്, മാനേജ്മെന്റ് ഓരോ കാര്യങ്ങൾ സ്വീകരിക്കുന്ന നയങ്ങൾ, ജനറലി ഒരു മാനേജ്മെന്റിന്റെ ബിഹേവിയർ, സബോർഡിനേറ്റ്സിന്റെ ബിഹേവിയർ ഏറെക്കുറെ പ്രഡിക്റ്റബിൾ, പരിപൂർണമായിട്ടുമല്ല, ഏറെക്കുറെ പ്രഡിക്റ്റബിൾ ആണ്. മാത്രമല്ല ഏറെക്കുറെ കൺട്രോളബിൾ ആണ്. അതിനെ നമ്മൾ ഇന്റേണൽ പ്രമിസസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷെ ഇന്റേണൽ പ്രമിസിൽ തന്നെ നമുക്ക് ടാഞ്ചിബിൾ ഉണ്ട്, ഇൻടാഞ്ചിബിൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ സെയിൽസ് ഫോർകാസ്റ്റ് എന്താണ്? ടാഞ്ചിബിൾ ആണ്. വേറസ് ഹ്യൂമൻ ബിഹേവിയർ, കീ എക്സിക്യൂട്ടീവിന്റെ ബിഹേവിയർ, സബോർഡിനേറ്റിന്റെ ബിഹേവിയർ, അവരുടെ ലോയൽറ്റി എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ്. ഓക്കെ, അടുത്തലേക്ക് പോകുന്നത് if there is systematic forecasting about this, the management can achieve effective planning. തീർച്ചയായിട്ടും ഇന്റേണൽ എൻവറോൺമെന്റിനെ കുറിച്ച്, നമ്മുടെ പരിധിയിലുള്ള കൺട്രോളിലുള്ള ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരു ഇത് സൃഷ്ടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു എഫക്റ്റീവ് പ്ലാനിങ്ങിന്റെ ഒരു വലിയൊരു ദൃഷ്ടാന്തം തന്നെയാണ്. അടുത്തൊരു എക്സ്റ്റേണൽ പ്രമിസസ്. ദീസ് പ്രമിസസ് ആർ ഡെറൈവ്ഡ് ഫ്രം ദി എക്സ്റ്റേണൽ എൻവറോൺമെന്റ് ഓഫ് ദ ബിസിനസ്. എക്സ്റ്റേണൽ എൻവറോൺമെന്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ പോളിസീസ്, ഇന്റർനാഷണൽ മാർക്കറ്റ്, മെറ്റീരിയൽ, മണി, റിസോഴ്സസ് തുടങ്ങിയവ നമ്മൾ പുറത്തുനിന്ന് പ്രൊക്യൂർ ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ സ്ഥാപനത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ്. അതിനെ നമ്മൾ എക്സ്റ്റേണൽ എൻവറോൺമെന്റ് എന്ന് വിളിക്കുന്നു. ദേ ആർ ജനറലി ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ഓർഗനൈസേഷൻ. തീർച്ചയായിട്ടും ഗവൺമെന്റ് പോളിസി നമുക്ക് പരിപൂർണമായും പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. എന്നിരുന്നാലും നമുക്ക് ഒരു 10%, 20% ഒക്കെ പ്രിഡിക്റ്റ് ചെയ്യാമെന്നല്ലാതെ
അതിങ്ങനെ ആയിരിക്കുമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാമെന്നല്ലാതെ പരിപൂർണമായും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി ഇറാനിൽ നിന്നാണ് പ്രൊക്യൂർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കുങ്കുമപ്പൂവ് ഇറാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഇറാൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇസ്രായേൽ ഇറാൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പ്രോഡക്റ്റ് ഹൈക്ക് ഉണ്ടാകുന്നു അല്ലെങ്കിൽ പ്രൈസ് ഹൈക്ക് ഉണ്ടാകുന്നു നമ്മുടെ കൺട്രോളുള്ള കാര്യമല്ല. ട്രംപ് ഒരു താരിഫ് നയം തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് നൂലാമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ എക്സ്പോർട്ടിൽ ഇമ്പോർട്ടിൽ ഒരുപാട് നൂലാമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ പരിധിയിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലെന്നേ. ഇതെല്ലാം എക്സ്റ്റേണൽ എൻവറോൺമെന്റിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൊന്ന് അറിവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത് ഇങ്ങനെ ആയിരിക്കുമെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യാമെന്നല്ലാതെ പരിപൂർണമായും ഇത് നമുക്ക് വകയിരുത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. ഇതൊന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. They are generally beyond the control of an organization. Then the following are the important external premises. ഒന്ന്, general business environment. It includes the various economic, political, social and technological factors of the environment in which business operates. Government policies and the controls are a part of this environment. തീർച്ചയായിട്ടും ജനറൽ ബിസിനസ് എൻവറോൺമെന്റ് ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനം നിലനിൽക്കുന്നു, അതുമായി ബന്ധപ്പെട്ട എന്താ പറയുക, ഒരു 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 അതിൻ്റെ പൊതു അന്തരീക്ഷം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതായത് ജനങ്ങളുടെ ബിഹേവിയർ, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഒരു ഇമീഡിയറ്റ് നെയ്ബേഴ്സ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന, അത് സ്ഥിതി ചെയ്യുന്നതിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വ്യക്തികളാകാം, മറ്റു സ്ഥാപനങ്ങളാവാം, ഗവൺമെൻറ് തീരുമാനങ്ങളാവാം. ഇതിനെ ജനറൽ ബിസിനസ് എൻവറോൺമെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ കൾച്ചറൽ, സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് അതെല്ലാം ജനറൽ ബിസിനസ് എൻവറോൺമെന്റിന്റെ ഭാഗമാണ്. എ ചേഞ്ച് ഇൻ എനി ഓഫ് ദിസ് ഫാക്ടേഴ്സ് ഹാസ് ആൻ ഇമ്പോർട്ടന്റ് ഇൻഫ്ലുവൻസ് ഓൺ ദി ബിസിനസ് പ്ലാനിങ്. തീർച്ചയായിട്ടും. ഫോർ എക്സാമ്പിൾ, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, സ്ട്രിക്ട് ഗവൺമെന്റ് കൺട്രോൾസ് എക്സെട്ര മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അച്ചീവ് ദി ടാർഗറ്റ്സ് അറ്റ് ദ പ്ലാനിംഗ് സ്റ്റേജ്. അതായത് കേന്ദ്രത്തിൽ അധികാരം, അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ്. അപ്പോൾ നമ്മളൊരു കൃത്യമായ ഒരു പ്രൈസ് സെറ്റ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പ്രായോഗിക തലത്തിൽ ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും സ്ട്രിക്ട് ഗവൺമെന്റ് കൺട്രോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രായോഗിക തലത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാനായിട്ട് ബുദ്ധിമുട്ട് നേരിടും. അടുത്ത രണ്ടാമത്തെ പ്രോഡക്റ്റ് മാർക്കറ്റ്. The purpose of developing premises in respect of product market is the determination of kind of the market available for the products and the services of the organization. കൂട്ടുകാരെ, നമ്മളൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു. ഇത് ആരാണ് വാങ്ങാൻ പോകുന്നത്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് വാങ്ങാൻ പോകുന്നത്, അവർ എത്രത്തോളം സ്പെൻഡ് ചെയ്യും, അവർ ഈ സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എത്ര എക്സ്റ്റെൻഡ് പോകാൻ അവർ തയ്യാറാണ്, ഈ ഡിമാൻഡ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണോ അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് ആണോ, നമ്മൾ പ്രൈസ് എത്ര കൂട്ടിയാലും ജനങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെടുമോ, അതോ പ്രൈസ് ചിലപ്പോൾ ചെറിയ മാർജിൻ എടുക്കുമ്പോൾ തന്നെ ജനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അതിനോട് റിയാക്ട് ചെയ്യുന്ന ഒരു ടെൻഡൻസി ആണോ. ഇതെല്ലാം നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. തീർച്ചയായിട്ടും നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാമെന്നല്ലാതെ പരിപൂർണമായി നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. ഇറ്റ് കംപ്രൈസസ് ഓൾ ദോസ് ഐറ്റംസ് വിച്ച് ഇൻഫ്ലുവൻസ് ദ ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് ഓർ എ സർവീസ്, tastes of consumers, increase in their standard of living, elasticity of demand, nature of competition, etc. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഒരു 6 മാസം കഴിയുന്ന സമയത്ത് നമ്മുടെ കോമ്പറ്റീറ്റർ അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഒരു വൻ പ്രൈസ് ഡ്രോപ്പ് അവൻ അനൗൺസ് ചെയ്യുമോ, നമുക്കറിയില്ല. അങ്ങനെ അവൻ വൺ പ്രൈസ് ഡ്രോപ്പ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കുത്തനെ കൂടുകയും നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കുത്തനെ ഇടുകയും ചെയ്യും. നമുക്കറിയില്ല അങ്ങനെ ഒരു സംഭവം എന്താണ് സംഭവിക്കുന്നുള്ളത്. ഇനി അവൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യണം എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റും. പക്ഷെ അവൻ അങ്ങനെ ചെയ്യുമെന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പില്ല. അവനൊരു പുതിയ പ്രോഡക്റ്റ്, പുതിയ ഫ്യൂച്ചർ, ഞാനും ഇപ്പൊ സാംസങ്ങും ആപ്പിളും ഒരേ രീതിയിൽ എന്ത് ചെയ്യുന്നു, ലോഞ്ച് ചെയ്തു, പക്ഷെ ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കെ സാംസങ് ഒരു പുതിയ ഫീച്ചർ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ കൊണ്ടുവന്നു. അങ്ങനെ ഏത് ഫീച്ചർ കൊണ്ടുവന്ന് നമുക്ക് ഏറെക്കുറെ പരിപൂർണമായും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുവന്നാൽ ഇങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചൊരു സ്കോപ്പ് മാത്രമേ പ്ലാനിങ്ങിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വെക്കാനായിട്ട് പറ്റുകയുള്ളൂ. സോ കൺസ്യൂമർ ടേസ്റ്റ്, ബിഹേവിയർ അവരെങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. സോ ഇതാണ് പ്രോഡക്റ്റ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട്. തീർച്ചയായിട്ടും അതും എക്സ്റ്റേണൽ എൻവറോൺമെന്റ് ആണ്. മറ്റൊന്നാണ് ഈ പറഞ്ഞതുപോലെ ഫാക്ടർ മാർക്കറ്റ്. നമുക്ക് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പുറത്തുനിന്ന് പ്രൊക്യൂർ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പുറത്തുനിന്നാണ് പ്രൊക്യൂർ ചെയ്യേണ്ടത്. അതിൻ്റെ വില എങ്ങനെ മാറും, അത് രൂപം കൊള്ളുന്ന സ്ഥലത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുങ്കുമപ്പൂവ് നമ്മൾ ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നു വിചാരിക്കുക. ഇപ്പോൾ കുങ്കുമപ്പൂവിൻ്റെ
ഇപ്പം സ്റ്റിൽ ഇപ്പോൾ വളരെ നോർമലായിട്ട് പോവുകയാണ്, ഇപ്പോൾ തൽക്കാലത്തേക്ക് നോർമലായിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. സോ കണ്ടീഷൻസ് എന്തായി അവിടെ, വളരെയധികം എന്തായി, മീൻസ് ഫ്രജൈലായി, എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നൊരവസ്ഥയാണ്. സ്വാഭാവികമായിട്ടും അവിടെ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിന് നമുക്ക് എന്തുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ വില കൂടാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇത് പ്ലാനിങ്ങിനെ ബാധിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഫാക്ടർ മാർക്കറ്റ്, ഇറ്റ് ഇസ് നെസസറി ടു മേക്ക് എ ഫോർകാസ്റ്റ് ഓഫ് ദി അവൈലബിലിറ്റി ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് മെൻ, മെറ്റീരിയൽ, മണി, മെഷീനറി എക്സെട്ര. തീർച്ചയായിട്ടും അങ്ങനൊരു സാധ്യത ഉണ്ടാകും എന്ന് മുൻകൂട്ടി കാണുകയാണെന്നുണ്ടെങ്കിൽ, മിഡിൽ ഈസ്റ്റ് ഒരു പ്രശ്നബാധിതമായ സ്ഥലമാണെന്ന് നമ്മൾ മുൻകൂട്ടി കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാൻ ബി ഉണ്ടായിരിക്കും. എന്തായിരിക്കും പ്ലാൻ ബി? ഇവിടെ നിങ്ങളൊരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യും, കുങ്കുമപ്പൂവ് നമ്മൾ ഇറക്കുമതി ചെയ്യും തീർച്ചയായിട്ടും. അപ്പോൾ എന്നിരുന്നാലും പ്ലാൻ ബി ഉണ്ടെങ്കിലും ആദ്യം പറഞ്ഞ കാര്യം നമ്മളെ സംബന്ധിച്ച് എന്തല്ല, നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒന്നല്ല, അല്ലേ? സം ഓഫ് ദീസ് ഫാക്ടേഴ്സ് ആർ എക്സ്റ്റേണൽ ടു ദി ഓർഗനൈസേഷൻ വിച്ച് ആർ അഫക്റ്റഡ് ബൈ ഇറ്റ്സ് ഡിസിഷൻസ്. തീർച്ചയായിട്ടും. ഫോർ എക്സാമ്പിൾ, അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് ഇസ് എക്സ്റ്റേണൽ ടു ദി എന്റർപ്രൈസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇന്റേണൽ എൻവറോൺമെന്റ് പറഞ്ഞു, എക്സ്റ്റേണൽ എൻവറോൺമെന്റ് പറഞ്ഞു. ഓക്കെ അല്ലേ? പ്ലാനിംഗ് പ്രമിസസ് മേ ബി കൺട്രോളബിൾ, സെമി കൺട്രോളബിൾ ഓർ അൺകൺട്രോളബിൾ. Factors like materials, money, machines are controllable to greater extent. Semi-controllable premises are those factors that are partly controllable. Example, labor relations, marketing strategy, തുടങ്ങിയ കാര്യങ്ങൾ. അതായത് ഇവിടെ പറഞ്ഞു വെക്കുന്നത് മെറ്റീരിയൽ, മണി, മെഷീൻസ് തീർച്ചയായിട്ടും ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരിടത്തു നിന്ന് പ്രൊക്യൂർ ചെയ്യാൻ പറ്റണം എന്നതിനെ കുറിച്ചൊരു പ്ലാൻ ബി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. എന്നാൽ ലേബർ റിലേഷൻസ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പരിപൂർണമായ ഒരു കൺട്രോൾ നമുക്ക്, ഈവൻ തോ അത് ഇന്റേണലും എക്സ്റ്റേണലും ഒക്കെയാണ് എങ്കിലും നമുക്ക് പരിപൂർണ ഒരു കൺട്രോൾ അവിടെ ചെലുത്താൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സെമി കൺട്രോളബിൾ പ്രമിസസിൽ എന്ത് ചെയ്യുന്നു, ഉൾപ്പെടുത്തുന്നു. ഇനി നോൺ കൺട്രോളബിളിൽ നമുക്ക് ഏതൊക്കെ ഉൾപ്പെടുത്താൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റ് പോളിസി, ഇന്റർനാഷണൽ ട്രേഡ് എഗ്രിമെന്റ്, വാർ, നാച്ചുറൽ കലാമിറ്റീസ്, പ്രളയമുണ്ടായി, കൊറോണ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിപൂർണമായും എന്ത് തന്നെയാണ്, നോൺ കൺട്രോളബിൾ തന്നെയാണ്. അപ്പോൾ എക്സ്റ്റേണൽ എൻവറോൺമെന്റ്, ഇന്റേണൽ എൻവറോൺമെന്റ്, കൺട്രോളബിൾ, സെമി കൺട്രോളബിൾ, നോൺ കൺട്രോളബിൾ. കൺട്രോളബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് മെഷീൻസ്, മെറ്റീരിയൽസ്, സംവാട്ട്, മണി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറെക്കുറെ കൺട്രോളബിൾ ആണ്. ലേബർ റിലേഷൻസ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും സെമി കൺട്രോളബിൾ ആണ്. നോൺ കൺട്രോളബിൾ എന്നതിൽ നമുക്ക് ഗവൺമെന്റ് പോളിസി, ഇന്റർനാഷണൽ ട്രേഡ് എഗ്രിമെന്റ്, വാർ, നാച്ചുറൽ കലാമിറ്റീസ് തുടങ്ങിയവ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തത് അഡ്വാൻറ്റേജസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. തീർച്ചയായിട്ടും ഇറ്റ് ഫോക്കസസ് ഓൺ അറ്റൻഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പ്ലാനിങ് മേക്സ് ആക്ടിവിറ്റീസ് മീനിങ് ഫുൾ, അർത്ഥവത്താക്കി മാറ്റുന്നു. ഇറ്റ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. അനിശ്ചിതത്വം ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു, അതിന്റെ റിസ്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ്. തീർച്ചയായിട്ടും സഹായിക്കുന്നു. അടുത്തത് ഇറ്റ് ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ. കൃത്യമായിട്ട് ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു ധാരണ പ്ലാനിങ്ങിൽ നമുക്ക് തയ്യാറാക്കാൻ സാധിച്ചാൽ ഈ വർക്ക് എങ്ങനെയാണ് അതിനെ കോർഡിനേറ്റ് ചെയ്യേണ്ടത് എന്നത് നമുക്ക് എന്ത് ചെയ്യുന്നു, എളുപ്പമായി മാറുന്നു, അല്ലെ? ഇറ്റ് പ്രൊവൈഡ്സ് എ ബേസിസ് ഓഫ് കൺട്രോൾ. തീർച്ചയായിട്ടും. അടുത്തത് ഇറ്റ് പ്രൊമോട്ട്സ് ക്രിയേറ്റിവിറ്റി. കൂട്ടുകാരെ, പ്ലാനിങ് ഒരു ഇന്റലക്ച്വൽ പ്രോസസ് ആണ്. സോ തീർച്ചയായിട്ടും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ്. സോ ഇറ്റ് പ്രൊമോട്ട്സ് ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിക്ക് ഒരു സ്കോപ്പ് കൊടുക്കുന്ന ഒന്നാണ് പ്ലാനിങ്. പ്ലാനിങ് ലീഡ്സ് ടു എക്കോണമി ആൻഡ് പ്രൊഡക്ടിവിറ്റി. തീർച്ചയായിട്ടും. അടുത്തത് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ പോലെ they are enumerated below. പറഞ്ഞിട്ടുണ്ട് lack of accuracy to the extent, to the pinpoint, to എന്താ പറയുക 99.9999% പ്രിസൈസ് ആയിട്ട് നമുക്കൊരു കാര്യം പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റില്ല. സിൻസ് വി ആർ ഡീലിംഗ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ, അല്ലേ? ഇന്റേണൽ എൻവറോൺമെന്റ്, എക്സ്റ്റേണൽ എൻവറോൺമെന്റ്, അതിൽ തന്നെ കൺട്രോളബിൾ, നോൺ കൺട്രോളബിൾ, സെമി കൺട്രോളബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ അസംഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലേ? സോ ടു ദി പിൻ പോയിന്റ് 99% നമുക്ക് എന്ത് ആക്യുറേറ്റ് ആയിട്ട് അത് ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഒന്നാമത്. രണ്ട്, റിസൾട്ട്സ് ഇൻ റിജിഡിറ്റി ആൻഡ് ഇൻഫ്ലെക്സിബിലിറ്റി. തീർച്ചയായിട്ടും ഒരു പരിധിവരെ വി ആർ ടേക്കിംഗ് എ ലൈൻ ഓഫ് ആക്ഷൻ ഔട്ട് ഓഫ് ദി ഗിവൺ സൊല്യൂഷൻസ്, അല്ലെ? നമുക്ക് തന്നിരിക്കുന്ന വഴികളിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈൻ ഓഫ് ആക്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ ആക്ച്വലി നമ്മൾ ആ രീതിയിൽ കൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു പരിധിവരെ പ്ലാനിങ് റിജിഡിറ്റിക്കും അതുപോലെ തന്നെ ഇൻഫ്ലെക്സിബിലിറ്റിക്കും വഴി ഒഴുക്കും എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ. മാനേജേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ഹാവ് ടു സ്ട്രിക്ട്ലി ഫോളോ ദ പ്ലാൻസ് ആൻഡ് ദെയർഫോർ ദെയർ ഇസ് നോ ഫ്രീഡം, ഹെൻസ് ഇറ്റ് മേ ലീഡ് ടു ലോസ് ഓഫ് ഇനീഷ്യേറ്റീവ്സ്. ഓക്കെ, താങ്ക് യു. അതാണ് ഇവിടെ ലെസൽസ് ഇൻ റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, ഇൻഫ്ലെക്സിബിലിറ്റി എന്ന് പറയാനുള്ള കാരണം. കോസ്റ്റ്ലി പ്രോസസ്. തീർച്ചയായിട്ടും
ഈ ഏതൊക്കെയാണ് വഴികൾ എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുന്നു, അതിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, അസംഷൻസ് ഉണ്ടാക്കുന്നു, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് വാലുവേറ്റ് ചെയ്യുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു, വീണ്ടും ഡെറിവേറ്റീവ് പ്ലാൻസ് തയ്യാറാക്കുന്നു. വളരെയധികം എക്സ്പേർട്സ് ഇൻവോൾവ് ആണ് ഇതിൽ. തീർച്ചയായിട്ടും കോസ്റ്റ്ലി പ്രോസസ്സ് തന്നെയാണ്, ടൈം കൺസ്യൂമിംഗ് ആണ് പ്ലാനിങ്. ഇതെല്ലാം പ്ലാനിങ്ങിന് ഒരു ഡീമെറിറ്റ് തന്നെയാണ്. ഇറ്റ് ഇസ് ടൈം കൺസ്യൂമിംഗ്, കാരണം എക്സ്പേർട്സ് ഇൻവോൾവ് ആണ്, സ്പെഷ്യലൈസേഷൻ ആവശ്യമാണ്, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന അതിൻ്റെതായ സമയമുണ്ട് തീർച്ചയായിട്ടും. സോ അതൊരു ഡീമെറിറ്റ് തന്നെയാണ്. ദർ ആർ സിറ്റുവേഷൻസ് വിച്ച് റിക്വയർ സ്പോട്ട് ഡിസിഷൻസ് ആൻഡ് ക്വിക്ക് ആക്ഷൻ. പ്ലാനിങ് ഡിലേസ് സച്ച് ഡിസിഷൻസ്. അതായത് ഈ പരിധി വരെ പ്ലാനിങ്ങിൽ അതിനുള്ള സ്കോപ്പ് കൊടുക്കുമെങ്കിലും ഞാൻ പറഞ്ഞത് സ്കോപ്പ് കൊടുക്കുന്നുണ്ട്, പക്ഷെ പ്ലാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിൽ സ്പോട്ട് ഡെസിഷൻ എടുക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന തെറ്റുകൾ എന്ത് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളതാണ്. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് അത് പറഞ്ഞത്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി. ഒരു കാര്യം പ്ലാൻ ചെയ്തു, അതായത് ഓരോ ദിവസവും 365 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കേണ്ട ഒരു ടാർഗറ്റ്, ചെയ്തെടുക്കേണ്ട ഒരു ലക്ഷ്യം. ഇതിൽ ഓരോ ദിവസത്തിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്താണ് എന്നതിനെ കുറിച്ച് വ്യക്തമായി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് കരുതി ഒരു ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി എല്ലാം ആയി എന്നൊരു തോന്നൽ നമുക്കുണ്ടാകാൻ പാടില്ല. കാരണം ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്ലാൻ പ്രായോഗിക തലത്തിൽ എന്ത് ചെയ്യണം, നടപ്പിലാക്കണം. അത് വളരെ വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഒരു പ്ലാൻ ചെയ്തു എന്ന് കരുതി എല്ലാം ആയി എന്നൊരു മിഥ്യാധാരണ ഉണ്ടാകാൻ പാടില്ല. അടുത്തത് ഡിഫക്റ്റീവ് ടെക്നിക്സ് ഓഫ് പ്ലാനിങ്. അതായത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം, ലൈൻ ഓഫ് ആക്ഷൻ, ആ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന മാനദണ്ഡങ്ങൾ അത് തെറ്റിപ്പോയാൽ തീർച്ചയായിട്ടും പ്ലാൻ തെറ്റും, ലൈൻ ഓഫ് ആക്ഷൻ തെറ്റും, സകല പരിപാടിയും എന്ത് ചെയ്യും, തെറ്റും. ഞാൻ മുന്നോട്ട് പോകുന്നു, എന്നെ വിശ്വസിച്ച് ഒരുപാട് ആൾക്കാർ എൻ്റെ പിന്നാലെ വരുന്നു, ഞാൻ തെറ്റായ ദിശയിലൂടെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്ഥാപനം ഒരു തെറ്റായ ദിശയിലൂടെയായിരിക്കും എന്ത് ചെയ്യുന്നത്, പോകുന്നത്. The various steps involved in planning may not be properly carried out. Okay, അടുത്ത നോക്കാം കൂട്ടുകാരെ, എക്സ്റ്റേണൽ ലിമിറ്റേഷൻസ്. തീർച്ചയായിട്ടും ഒരുപാട് ഗവൺമെന്റ് പോളിസി, വാറ്, അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്ലാനിനെ എന്ത് ചെയ്യുന്നുണ്ട്, ലിമിറ്റ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളും, അതായത് നമുക്ക് പ്ലാനിങ്ങിൽ ഉണ്ടാകുന്ന പരിമിതികളെ അതിജീവിക്കാനുള്ള കാര്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ കാര്യമാണ് കൂട്ടുകാരെ, സെറ്റിംഗ് ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ്. എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഒരു സംശയത്തിനിട കൊടുക്കാത്ത രീതിയിൽ നമ്മൾ ഫ്രെയിം ചെയ്യുന്നതിലൂടെ ഒരു പരിധി വരെ പ്ലാനിന്റെ ലിമിറ്റേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. എക്സിസ്റ്റൻസ് ഓഫ് ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ് ഇസ് നെസസറി ഫോർ എഫിഷ്യന്റ് പ്ലാനിങ്. അടുത്തത്, ദ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി എന്റർപ്രൈസ് മസ്റ്റ് ബി ദ ഗൈഡിംഗ് പില്ലേഴ്സ് ഫോർ ഡിറ്റർമൈനിങ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ പ്ലാൻസ് മെയിൻ പ്ലാനിനെ ഓവർലാപ്പ് ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. ഡിപ്പാർട്ട്മെന്റൽ പ്ലാൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, രണ്ടാമത്തേത് ഈ പറഞ്ഞതുപോലെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. കൂട്ടുകാരെ, ഒരു പ്രോപ്പർ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഒരു കളക്ട് ചെയ്യുന്നതിന് വേണ്ടി, അത് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി, അതിന്റെ അടിസ്ഥാനത്തിൽ പ്ലാനിങ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം മാനേജ്മെന്റിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നേരെ മറിച്ച് പ്ലാൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പോകുന്നത് എങ്കിൽ, ഈ ഡേറ്റ അനാലിസിസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി ടൈം കൺസ്യൂമിങ്. അതെപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ഒരു ടീം ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ. നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇൻഫർമേഷന് വേണ്ടി പോകാതെ ഇതെല്ലാം കൃത്യമായി ഓൾറെഡി അനലൈസ് ചെയ്ത് കളക്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നത്. എഫിഷ്യന്റ് സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ ഷുഡ് ബി ഇൻസ്റ്റാൾഡ് സോ ദാറ്റ് ഓൾ റെലവെന്റ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആർ മെയ്ഡ് അവൈലബിൾ ടു ദി മാനേജേഴ്സ് ബിഫോർ ദേ പെർഫോം ദി പ്ലാനിംഗ് ഫംഗ്ഷൻ. Availability of the right type of information will help in overcoming the problems of complete understanding of the objectives and resistance to change on the part of the subordinates. കൂട്ടുകാരെ, തീർച്ചയായിട്ടും റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള എതിർപ്പുകളൊക്കെ നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. അടുത്തത് നമുക്ക് മുന്നോട്ട് പോകാം. കെയർഫുൾ പ്രമൈസിങ്. അതായത് നമ്മൾ ഭാവിയെക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന അസംഷൻസ് ഇത് തെറ്റിപ്പോയാൽ പ്ലാൻ മുഴുവൻ എന്ത് ചെയ്യും, തകിടം മറിയും. ആക്ച്വലി നമ്മൾ ലഭിച്ച ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ആയിരിക്കും
ഫ്യൂച്ചർ ഇങ്ങനെ ആകണം എന്നൊക്കെ നമ്മൾ ഓരോ തീരുമാനങ്ങൾ അനുമാനങ്ങൾ എടുക്കുന്നു. ഇത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് വളരെ സസൂക്ഷ്മം ചെയ്യുന്നതിലൂടെ തെറ്റുകൾ പരമാവധി എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അങ്ങനെ പ്ലാനിന്റെ പരിമിതി നമുക്ക് ഒരു പരിധി വരെ അത് തടഞ്ഞു നിർത്താനായിട്ട് പറ്റും. They are the assumptions of what is likely to happen in future. Planning always requires some assumptions to be made regarding future happenings. So these assumptions പരമാവധി തെറ്റ് കുറച്ചുകൊണ്ട്, അതായത് നമുക്ക് കിട്ടുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ പരമാവധി അസംഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രമിസ് സെറ്റ് ചെയ്യുന്നത് പരമാവധി എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ തെറ്റുകൾ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ പ്ലാനിന്റെ പരിമിതിയെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഡൈനാമിക് മാനേജ്മെന്റ്. കൂട്ടുകാരെ, ഏത് കാര്യങ്ങളെക്കുറിച്ചും ഒരു ധാരണയുള്ള ഒരു വ്യക്തിയായിരിക്കണം മാനേജർ എന്ന് പറയുന്നത്. അതേപോലെ ഒരു സകലകലാ വല്ലഭൻ ഒന്ന് നമുക്ക് എല്ലാ അർത്ഥത്തിലും പറഞ്ഞില്ലെങ്കിലും ചെറിയൊരു സകലകലാ വല്ലഭൻ തന്നെ ആയിരിക്കണം. കാരണം എല്ലാ തലത്തിലും എല്ലാ അറിവുകളും എല്ലാ ദിശയിലും പോകാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം. ആ വ്യക്തിക്ക് മാത്രമേ തീർച്ചയായിട്ടും ഈ പരിമിതികളെ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, അതിജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അടുത്തത് നോക്കാവുന്നതാണ് ബിസിനസ് ഫോർകാസ്റ്റിംഗ്. ബിസിനസ് ഇസ് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ എൻവയോൺമെന്റ്. Management must have a mechanism of forecasting changes in such environment. Good forecasting will contribute to the effectiveness of planning. ഇത് നേരത്തെ പറഞ്ഞതുപോലെ പ്രിമിസിങ്ങിന്റെ ഒരു ഭാഗം തന്നെയാണ്. കളക്ഷൻ ഇൻഫർമേഷൻ, ഫോർകാസ്റ്റിംഗ്, ദെൻ പ്രിമൈസിങ്. അപ്പോൾ അത് കൃത്യമായി ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരിമിതികൾ ഒരു പരിധി വരെ അതിജീവിക്കാൻ പറ്റും. സെൻസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി പ്ലാനിൽ കൊടുക്കുക. ഒരു ഫ്ലെക്സിബിൾ പ്ലാനിന് ഒരു പരിധി വരെ അനിശ്ചിതത്വങ്ങളെ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു കാര്യം ഉണ്ടായി, ഒരു ഫ്ലെക്സിബിൾ പ്ലാൻ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ വരികയാണെങ്കിൽ ഇത് ചെയ്യണം എന്നൊരു സ്കോപ്പ് കൊടുത്തിട്ടുള്ളൊരു പ്ലാനിന് കുറെ കൂടെ മെച്ചപ്പെട്ട ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നഷ്ടം കുറച്ചുകൊണ്ട് ലാഭം ഒരല്പം കുറഞ്ഞാലും നഷ്ടം ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നതാണ്. അതും അങ്ങനെയും പ്ലാനിന്റെ പരിമിതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവസാനിപ്പിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് പറ്റും. അടുത്തത് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ആണ്. നമുക്കറിയാവുന്നതുപോലെ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു മാനേജറുടെ മുൻപിൽ ഒരുപാട് വഴികളുണ്ടല്ലേ, തൻ്റെ ലക്ഷ്യങ്ങൾ, ആദ്യം ലക്ഷ്യം സെറ്റ് ചെയ്തു, രണ്ടാമത് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന ഒരുപാട് വഴികളുണ്ട്. ഈ വഴികളിൽ ഓരോ വഴിയിലും ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ, പ്രോസ് ആൻഡ് കോൺസ് എല്ലാം ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വഴിയിലും നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ മെറ്റീരിയൽ, മണി, റിസോഴ്സസ്, ഇത് ഓരോ വഴിയിലും ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താണ്, എവിടെയാണ് എന്നുള്ള പ്രോപ്പർ ഇവാലുവേഷൻ ആ ഘട്ടത്തിൽ ഒരു ബയസ് ഇല്ലാതെ ചെയ്യാൻ സാധിച്ചാൽ ഒരു പരിധിവരെ പ്ലാനിന്റെ പരിമിതിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിജീവിക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഇതാണുള്ളത്. സോ ഈ ഒരു വഴി പോയാൽ ഒരുപക്ഷെ പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഈ വഴി പോകാൻ പറ്റില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പരിമിതി അതിജീവിക്കാനുള്ള ഒരു വഴിയാണ്. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും എന്താണ്, നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ എന്തുണ്ട് എന്നുള്ളത് ഒരു കാരണവശാലും ഈ പറയുന്ന ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. സോ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ഇൻ ഈച്ച് ഓൾട്ടർനേറ്റീവ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതിലൂടെ നമുക്കൊരു പരിധി വരെ പരിമിതികൾ അതിജീവിക്കാൻ പറ്റും. അടുത്തത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ്. അതായത് നമ്മളൊരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്തു അല്ലേ, എന്തുകൊണ്ടാണ് ഈ ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്തത് എന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട് ആ ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്തില്ല, ആ ഓൾട്ടർനേറ്റീവ് കുറെ കൂടെ ബെറ്റർ ആയിരുന്നില്ലേ എന്നൊരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നതിനെ കുറിച്ച് മാനേജർക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. ഇത് കുറെ കൂടെ കോസ്റ്റ്, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ച്, നമ്മുടെ കയ്യിലുള്ള പരിമിതമായ കാര്യങ്ങളൊക്കെ വെച്ച് ഇത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളത് എല്ലാ വ്യക്തികളെയും കൺവിൻസ് ചെയ്യാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് അയാളെ കൺവിൻസ് ചെയ്യാൻ പറ്റണം, ആ ടീമിലുള്ള വ്യക്തികളെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. തീർച്ചയായിട്ടും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. സോ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഈ പറയുന്ന കാര്യങ്ങളിലൂടെ പ്ലാനിങ്ങിന്റെ പരിമിതികളെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിജീവിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. സോ പ്ലാനിങ്ങിന്റെ രണ്ടാമത്തെ ക്ലാസ് നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു ക്ലാസ്, അതായത് ഇതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.